പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വേദ കാല് ഉളുക്കിയിട്ടിരിക്കുകയാണ്. നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ അത് വേദയുടെ അസുഖമെല്ലാം മാറിയിരിക്കണു. എന്നിട്ടും വേദ അത് ആരോടും പറയുന്നില്ല. അങ്ങനെ ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് നന്ദിനി മുറ്റമടിക്കുന്നത് കാണുകയാണ് വേദ ഈ സമയം. എന്നാൽ നന്ദിനി ഒന്ന് കളിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ച് ഞൊണ്ടി വരികയാണ് വേദ. ഇത് കാണുന്ന നന്ദിനി പറയുന്നുണ്ട്, എന്തായാലും നിനക്കിത് കിട്ടണം, ദൈവം അറിഞ്ഞു തന്ന പണി തന്നെയാ. നീ എന്തായാലും നിനക്ക് കുറച്ച് അഹങ്കാരം കൂടുതലായിരുന്നു, കുറച്ച് അനുഭവിക്കും നീ എന്ന് പറയാട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഓ ദൈവം തന്ന വിധിയാണല്ലേ, ആയിക്കോട്ടെ ഞാൻ സഹായിച്ചോളാം എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ വിക്രം അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, നീ എന്തിനാ ഈ വെയ്യാണ്ടിരിക്കുന്ന സമയത്ത് തനിച്ചിങ്ങോട്ട് വന്നത്? നിനക്ക് ഈ നന്ദിനിയെടുത്തി വിളിക്കാറുന്നില്ലേ? നന്ദിനിയെടുത്ത് നിന്നെ സഹായിക്കുമല്ലോ. അല്ലെങ്കിൽ നീ എന്നെ പിടിച്ചോണ്ട് നടക്ക്, അല്ലെങ്കിൽ നീ താഴെയെങ്ങാനും വീണു പോയാലേ അതിനും അമ്മ എന്നെ വഴക്ക് പറയും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് അടുത്ത് നിൽക്കുകയാണ്. വേദയുടെ അടുത്തേക്ക് നീങ്ങി നിൽക്കുക കേട്ടോ വിക്രം. ഈ സമയം വേദ വിക്രമിൻ്റെ തോളിലൂടെ കൈയിട്ട് പിടിച്ച് അങ്ങനെ ഞൊണ്ടി നടന്നു വരിക കേട്ടോ. എന്നിട്ട് ബാത്റൂമിലേക്ക് അങ്ങ് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ വിക്രം. ഇത് കാണുന്ന നന്ദിനിക്ക് സഹിക്കുന്നില്ല കേട്ടോ. നന്ദിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവരെ രണ്ടുപേരും ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ, ഒന്ന് പിറകെ ചെന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചൂലും പിടിച്ചുകൊണ്ട് പിറകെ ചെല്ലുക കേട്ടോ. എന്നിട്ട് വിക്രം അങ്ങ് അടുത്ത് വരെ വേദയെ ആക്കിക്കൊണ്ട് പിറകോട്ട് നടന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേദയാണെങ്കിൽ നന്ദിനിയെ കാണുമ്പോൾ നിന്ന് കാല് രണ്ടും താഴെ വെച്ച് ഡാൻസ് കളിക്കുക കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന നന്ദിനി വായി പൊത്താണ്. എന്നിട്ട് പറയുന്നുണ്ട്, എടി ദ്രോഹി, നിനക്കൊരു കുഴപ്പമില്ല അല്ലേ? നീ ദൈവമേ, ഞാനിത് ആരോട് പറയും? ആരാണിതൊന്ന് വിശ്വസിക്കുക? ഇത് സത്യമായ കാര്യമാണല്ലോ, പക്ഷെ ആരും വിശ്വസിക്കത്തില്ലല്ലോ, ഞാൻ പറഞ്ഞാൽ പ്രത്യേകിച്ചും വിശ്വസിക്കത്തില്ല എന്നിങ്ങനെയൊക്കെ പറയാട്ടോ. ഇത് കേൾക്കുന്ന വേദ പറയുന്നുണ്ട്, ചേച്ചി എന്താ പറഞ്ഞത്? ദൈവം തന്ന വിധിയാണല്ലേ? ആണ്, ഇത് ദൈവം തന്ന വിധി തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പാട്ടും പാടി ഡാൻസ് കളിക്കുകയാണ്. പിന്നീട് നമ്മുടെ കമലാമ്മ മാഷിനുള്ള കാപ്പി ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. മാഷ് കാപ്പി കുടിക്കുന്ന സമയത്ത് ഒരു കോള് വരുന്നുണ്ട്. കമലാമ്മ ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് മാഷ് പറയുന്നുണ്ട്, അത് നാട്ടിൽ നിന്നും വിവേകാണ് വിളിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, വിവേകാണോ? വിവേക് അങ്ങനെ വെറുതെ വിളിക്കത്തില്ലല്ലോ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ വിളിക്കാറുള്ളൂ, നിങ്ങളൊന്ന് വേഗം ഫോൺ എടുക്കുക, എന്താണെന്ന് ചോദിച്ചു നോക്കുമെന്ന് പറയാണ്. അങ്ങനെ മാഷ് ഫോൺ അറ്റൻഡൻസ് ചെയ്യുന്ന സമയത്ത് മാഷ് ചോദിക്കുന്നുണ്ട്, പെട്ടെന്ന് മുഖമൊക്കെ മാറുന്നുണ്ട് കേട്ടോ മാഷിൻ്റെ. ആണോ? എന്നിട്ട് എന്ത് പറ്റി? ഡോക്ടറെ കാണിച്ചോ? എന്നിട്ട് നിങ്ങളൊക്കെ അടുത്ത് തന്നെ ഇല്ലേ? ഞാനങ്ങോട്ട് പെട്ടെന്ന് വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമലാമ്മ ചോദിക്കുന്നുണ്ട്, അതെ മാഷേ, എന്താ അവൻ പറഞ്ഞേ, ഒന്ന് പറ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, അതെ അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞത് എന്നിങ്ങനെ പറയാട്ടോ. അയ്യോ അമ്മയ്ക്ക് വയ്യേ? എന്ത് പറ്റി മാഷേ, പറ. മാഷ് എന്താ ഒന്നും മിണ്ടാതിരിക്കണേ എന്നിങ്ങനെ കമലാമ്മയും ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മാഷ് പറയുന്നുണ്ട്, അത് അമ്മയ്ക്ക് കുറച്ച് സീരിയസാണ് കമലേ എന്ന് പറയാട്ടോ. ഇത് കേൾക്കുന്ന കമലാമ്മ അലമുറയിട്ട് കരയാട്ടോ. അയ്യോ എൻ്റെ അമ്മയ്ക്ക് വയ്യല്ലോ, എത്ര ആളുണ്ടെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി വിളമ്പുന്ന അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് കമലാമ്മ കരയാണ്. ഇത് കേട്ട് മാഷ് പറയുന്നുണ്ട്, കമൽ നീയൊന്നും മിണ്ടാതിരിക്കുക, ഞാൻ ചെന്ന് എന്താണ് അവിടുത്തെ അവസ്ഥ എന്താണെന്നൊക്കെ നോക്കിയിട്ട് വരാം, എന്നിട്ട് നിങ്ങൾക്ക് വിളിക്കാം എന്ന് പറയാട്ടോ. എന്നിട്ട് അങ്ങ് റൂമിലേക്ക് നടക്കാൻ വേണ്ടി പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, എന്ത്, നിങ്ങൾ തനിച്ച് പോയിട്ട് വരാമെന്നോ? എന്നിട്ട് ഞങ്ങളെല്ലാവരും അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം വന്നാൽ മതിയെന്നാണോ നിങ്ങൾ പറയുന്നത്? അതിനൊന്നും പറ്റത്തില്ല, എനിക്ക് അമ്മയെ ഇപ്പോൾ കാണണം എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ മാഷൊന്ന് അമാദിച്ച് നിൽക്കുന്നുണ്ട്. എന്താ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നത്? നിങ്ങളുടെ പെറ്റ അമ്മയല്ലേ, എന്നിട്ടും നിങ്ങളിങ്ങനെയൊക്കെയാണോ പറയുന്നത്? ഞങ്ങൾക്ക് എല്ലാവരും കുട്ടികളെയും കൊണ്ട് എല്ലാവരെയും കൊണ്ട് നമുക്ക് ഒരുമിച്ച് പോകണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മാഷും പറയുന്നുണ്ട്, അതെ നീ എന്തായി പറയുന്നത്? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയി വന്നത് നിനക്കറിയില്ലേ, എത്ര രൂപ ചിലവാണെന്നറിയോ? 5000 രൂപ അന്ന് ചിലവഴിച്ചു. എന്നിട്ട് വീണ്ടും ഒന്ന് പോയി വരിക എന്ന് പറയുമ്പോൾ അത്രയും പൈസ വേണ്ട കമലേ, എൻ്റെ കയ്യിൽ അതില്ല എന്ന് പറയാട്ടോ. അപ്പോൾ കമലാമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. കമലാമ്മ പറയുന്നുണ്ട്, അതെ അന്ന് രൂപ അത്രയായി, എന്നിട്ടും അമ്മയല്ലേ പകുതി കാശ് നിങ്ങൾക്ക് തന്നത്, നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾ കാശ് ചിലവാക്കിയൊന്നും ഇല്ലല്ലോ, പകുതി കാശ് അമ്മ തന്നു, പിന്നെ എൻ്റെ കയ്യിലിപ്പോൾ കുറച്ച് കാശുണ്ട്, വിഷം തന്നതാ, 5000 രൂപയ്ക്ക് തികച്ചില്ല, ബാക്കി കാശ് നിങ്ങൾ ആരോടെങ്കിലും ചോദിക്ക്, എന്നിട്ട് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് വാ എന്ന് പറയാണ് കമലാമ്മ.
ഇതിനിടയിൽ കമലാമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കരഞ്ഞിട്ട് വിളിച്ച് പറയുന്നുണ്ട്, എടാ വിനയ, വിക്ര, ഓടി വാടാ, നിങ്ങളുടെ അച്ചമ്മയ്ക്ക് വെയ്യത്രടാ, സീരിയസ് ആയിട്ട് കിടക്കുകയാണെന്നാണ് പറയുന്നത്, ഒന്ന് നമുക്ക് വേഗം പോകണടാ, ഒന്ന് ഇങ്ങോട്ട് ഓടി വാടാ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോഴേക്കും അവരെല്ലാവരും ഓടി വരുന്നുണ്ട്. ശ്രീജയും നന്ദിനിയും എല്ലാവരും വരുന്നുണ്ട്. അമ്മയ്ക്ക് സുഖമില്ല എന്ന് കേട്ടതും അച്ചമ്മയ്ക്ക് വെയ്യ എന്ന് കേട്ടതും നമ്മുടെ നന്ദിനിയുടെ മുഖം മാറുക കേട്ടോ. എന്നിട്ട് വിനയൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അയ്യോ സീരിയസ് ആണോ, എന്തൊരു കഷ്ടമായി പോയി, പിന്നെ പൊങ്കലല്ലേ വരാൻ പോകുന്നത്, ഇനി കിളവിക്ക് എന്തെങ്കിലും പറ്റിയാലേ, പൊങ്കലിന് ഞാൻ പുതിയ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, ആഭരണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം വെച്ചിട്ടുണ്ട്, ഇതെല്ലാം ഞാൻ എങ്ങനെ അണിയുന്നത്, ഈ കിളവിക്ക് എന്തെങ്കിലും പറ്റുമോ വിനയേട്ടാ എന്ന് ചോദിക്കട്ടോ. ഇത് കേൾക്കുന്ന വിനയൻ ആകെ അങ്ങ് ഇതായി പോവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ നീയൊന്നും മിണ്ടാതിരിക്കുന്ന നന്ദിനി, ഇവരാരും കേൾക്കണ്ട, അവരെല്ലാവരും ആകെ വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത്, ഇതെങ്ങാനും കേട്ടാൽ നമ്മുടെ കഥ കഴിയൂട്ടോ, നീ ഒന്നും മിണ്ടാണ്ടിരി, വായ പൂട്ടിരി എന്നിങ്ങനെ പറയാണ്. അപ്പം നന്ദിനി പെട്ടെന്ന് മിണ്ടാതിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വേദ പറയുന്നുണ്ട്, അതെ മാഷിൻ്റെ കയ്യിൽ കാശില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തരാം, മാഷിന് ബുദ്ധിമുട്ടായിരിക്കും എന്നറിയാം, ഇത് സ്വീകരിക്കത്തില്ല എന്നും അറിയാം, പക്ഷേ മാഷ് അതൊരു കടമായി കരുതിയാൽ മതി, അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ കടം തരുന്നു എന്ന് വിചാരിച്ച് പിന്നീട് മാഷ് എനിക്കത് തിരിച്ചു തന്നാൽ മതി, ഇത് വേറെ ആരുടെ കയ്യിൽ നിന്നായാലും മാഷ് കടം വാങ്ങിക്കേണ്ടതല്ലേ, അത് ഞാൻ തരുന്നു എന്നങ്ങ് വിചാരിച്ചാൽ മതി എന്ന് പറയാം കേട്ടോ. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, അങ്ങനെ എനിക്ക് കടം കിട്ടാത്ത അവസ്ഥയൊന്നും ഇപ്പോഴില്ല, ഞാൻ ചോദിച്ചാലും തരുന്ന ആൾക്കാരുണ്ട്, ഞാൻ അവരുടെ അടുത്ത് വാങ്ങിച്ചോളാം, എനിക്ക് വേണ്ട എന്ന് പറയാണ്. അതിനിടയിൽ നമ്മൾ നന്ദിനി പറയുന്നുണ്ട്, അതെ അമ്മേ, എല്ലാവരും കൂടെ പോവാന്ന് വെച്ചാലേ, ഇവളെയും കൊണ്ട് പോയാലേ ഈ മരണ വീട്ടിൽ വെച്ച് എല്ലാവരും ചോദിക്കത്തില്ലേ, ഇവളാരാ, ഇവളെ ഇത്ര നാളും നിങ്ങളുടെ കൂട്ടത്തിൽ കണ്ടിട്ടില്ലല്ലോ, ഇതാരാ ഒരു പുതിയ ആളെന്ന് ചോദിക്കത്തില്ലേ, അപ്പം നമ്മൾ എന്താ പറയുകയെന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന കമലാമ്മയ്ക്ക് ദേഷ്യം വരാം കേട്ടോ. എന്താടി നീ പറഞ്ഞത്, എന്തൊക്കെയാടി നീ വിളിച്ച് പറയുന്നത്, വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയുകയാണോ, അമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുന്നതേ ഉള്ളൂ, അപ്പോഴേക്കും നീ അമ്മ ഇങ്ങ് മരിച്ചു എന്നാക്കിയോ, നിനക്ക് വല്ല ബോധമുണ്ടോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് വായ് പൂട്ടിയിരിക്കടി എന്ന് പറഞ്ഞുകൊണ്ട് കമലാമ്മ ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് കേൾക്കുന്ന നമ്മുടെ വേദയും പറയുന്നുണ്ട്, അതെ നന്ദിനിയെടുത്തി എന്തായി പറയുന്നത്, നമ്മുടെ അച്ചമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കണമെന്നേ ഉള്ളൂ, നിങ്ങളതൊന്നും മനസ്സിലാക്കണം, അല്ലാതെ അച്ചമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല, അച്ചമ്മ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ ഈ സമയത്ത് വേണ്ടത്, ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയാണ്. അപ്പോഴേക്കും നന്ദിനി വായിൽ കൈ വെച്ചിട്ട് പറയുന്നുണ്ട്, അതെ ഞാൻ എന്ത് പറഞ്ഞാലും ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് പ്രശ്നമായിരിക്കുന്നു, ഞാനിപ്പോൾ എന്താ പറഞ്ഞ്, അച്ചമ്മയ്ക്കൊന്നും സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഇനി ഞാനൊന്നും മിണ്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് എല്ലാവരും കൂടെ അച്ചമ്മയെ കാണുന്നതിന് വേണ്ടി അച്ചമ്മയുടെ നാട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത്, വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് നമ്മുടെ അച്ചമ്മ സീരിയസ് ആയി കിടക്കുന്നു എന്ന് പറയുന്ന നമ്മുടെ അച്ചമ്മ തൂണിലൊരു വാളെ കെട്ടിയിട്ട് അടിക്കുന്ന സീനാട്ടോ ഇവർ കാണുന്നത്. ഇത് കാണുന്ന ഇവരെല്ലാം തന്നെ വായ് പൊളിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് മാഷ് ചോദിക്കുന്നുണ്ട്, അല്ല അമ്മേ, സീരിയസ് ആണെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ഈ സീരിയസ് ആയി കിടക്കുന്ന അമ്മയാണോ ഇതൊക്കെ ചെയ്യുന്നത്, അല്ല ഞങ്ങൾ എന്താ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, അതെ എന്താ മനസ്സിലാക്കാനുള്ളത്, ഞാൻ നിന്നെ എത്ര വട്ടം വിളിച്ചടാ, പൊങ്കലാണ്, കുറച്ച് ദിവസം എൻ്റെ മക്കളെയും മരുമക്കളെയും പേരക്കുട്ടികളെയും എല്ലാം കൂടി നീ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുപോവാ, അവരുടെ കൂടെ എനിക്ക് പൊങ്കൽ ആഘോഷിക്കാൻ താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്, ഞാൻ വയസ്സായതല്ലേടാ, ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്, എന്നെങ്കിലും ഒരിക്കലല്ലേ നിങ്ങളെ ഇങ്ങോട്ട് വരാൻ പറയുന്നുള്ളൂ, നീ എന്നിട്ടേ എന്തെങ്കിലും ഒരു മറുപടി തന്നോ, ഇതുവരെ ഒരു മറുപടി പോലും തന്നില്ലല്ലോ, അപ്പോൾ നിന്നെ വരുത്താൻ വേണ്ടി ഞാനുണ്ടാക്കിയ ഒരു കള്ളത്തരം തന്നെയാടാ, ഒരു കളിയാടാ ഇത്, ഇതുകൊണ്ട് തന്നെ നീ എല്ലാവരും കൊണ്ട് ഇങ്ങ് പെട്ടെന്ന് വന്നില്ലേ, അല്ലായിരുന്നെങ്കിൽ വരുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. ഇത് കേൾക്കുന്ന മാഷ് പറയുന്നുണ്ട്, അതെ അങ്ങനെയാണോ, എങ്കിലേ കമലേ എല്ലാവരും ഇപ്പോൾ തന്നെ ഇവിടുന്ന് ഇറങ്ങണം, എന്നെ പറ്റിച്ചിട്ടല്ലേ ഇങ്ങനെയൊക്കെയാണോ കളിക്കുന്നത്, സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണോ വിളിക്കുന്നത്, അതുകൊണ്ടല്ലേ നമ്മൾ എല്ലാം ഇട്ടെറിഞ്ഞ് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്, കമലേ നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടുന്ന് ഇറങ്ങാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, അല്ല അമ്മ പറഞ്ഞത് ശരിയാണോ, നിങ്ങളോട് പൊങ്കലിന് ഇങ്ങോട്ട് എല്ലാവരോടും വരാൻ വേണ്ടി പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അമ്മ പറയുന്നത് സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മാഷൊന്നും മിണ്ടുന്നില്ല. അപ്പം കമലാമ്മ പറയുന്നുണ്ട്, എന്തായാലും അമ്മയുടെ ആഗ്രഹമല്ല മാഷേ, നമുക്കത് സാധിപ്പിച്ചു കൊടുക്കാം, എന്തായാലും നമ്മൾ വന്നു, ഇനി പൊങ്കൽ കഴിഞ്ഞിട്ട് നമുക്ക് പോവാം, മാഷ് സമ്മതിക്കുമെന്ന് പറയാം കേട്ടോ.
അപ്പം മാഷ് പറയുന്നുണ്ട്, ഏയ് അതൊന്നും പറ്റത്തില്ല കമല, നമുക്ക് പെട്ടെന്ന് പോകാം, നീ വാ ഇറങ്ങാൻ നോക്ക് എന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അച്ചമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അച്ചമ്മ പറയുന്നുണ്ട്, ആണോ നീ പോവാൻ നിൽക്കുകയാണല്ലേ, അപ്പോൾ ഞാൻ മരിച്ചു കഴിയാണ്, അല്ലെങ്കിൽ ഞാൻ സീരിയസ് ആയി കിടന്നാലോ അല്ലെങ്കിൽ മരിച്ചാലോ നീ ഇവിടെ നിൽക്കും, അങ്ങനെ കേട്ടതുകൊണ്ട് അല്ലേ നീ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്, അപ്പോൾ നീ ഇവിടെ നിൽക്കാൻ വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കുപ്പി ഇരിക്കുന്നുണ്ട്, അതെടുത്തുകൊണ്ട് വരിക കേട്ടോ. അപ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട്, ഇതെന്താ അമ്മയെന്ന് ചോദിക്കുകയാണ്. അപ്പം അച്ചമ്മ പറയുന്നുണ്ട്, അതെ ഞാൻ വിഷം വാങ്ങി വെച്ചതാണ്, ഇത് ഞാനിപ്പോൾ കുടിക്കുമെന്ന് പറഞ്ഞ് മൂടി തുറക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴേക്കും മാഷ് ഇതെടുത്ത് തട്ടി മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ എന്ത് ഈ ചെയ്യുന്നത്, വിക്രമും വേദയെല്ലാം അങ്ങോട്ട് ഓടി വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ അച്ചമ്മ ഈ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്, എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ പറയാണ്. അങ്ങനെ മാഷ് സമ്മതിക്കുക കേട്ടോ, ഞങ്ങൾ പൊങ്കൽ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ, അമ്മ വിഷമിക്കണ്ട എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന അച്ചമ്മയ്ക്ക് സന്തോഷമാവുക കേട്ടോ. അങ്ങനെ മാഷൊക്കെ അങ്ങ് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. വേദ ഓടി വരുന്നുണ്ട്, അച്ചമ്മേ എന്ന് പറഞ്ഞൊരു സന്തോഷത്തോടെ അച്ചമ്മയെ കെട്ടിപ്പിടിക്കുക കേട്ടോ. അച്ചമ്മ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോളല്ലേ, ഞാൻ എത്ര ദിവസമായി നിന്നെ കാണണമെന്ന് വിചാരിക്കുന്നു, നിനക്ക്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ അച്ചമ്മയ്ക്ക് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കായിരുന്നില്ലേ, അല്ലെങ്കിൽ അമ്മയ്ക്കോ എനിക്കോ വിളിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, നിനക്കോ കമലയ്ക്കോ ഒക്കെ വിളിച്ചാലും ഇവർ സമ്മതിക്കണ്ടേ, നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിലും ഇവരാരും വരത്തില്ല, നിങ്ങളെ കൊണ്ടുവരത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കളി കളിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുക കേട്ടോ എല്ലാവരും.